നിങ്ങൾക്ക് ഇനിയിപ്പോൾ നാട്ടിൽ കിട്ടാൻ അത്ര വലിയ ടൈറ്റാണെന്നുള്ള എനിക്കറിയാം. ഇതോടുകൂടി എനിക്ക് നല്ലോണം വ്യക്തമായി. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു സംഗതിയാണ് ഞാൻ പറയാൻ പറ്റുന്നത്. നേപ്പാളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പെൺകുട്ടികൾ കിട്ടും. അതിന് കുറച്ച് പ്രൊസീജിയറും അതിന് കുറച്ച് സംഗതികളൊക്കെ ഉണ്ട്. പൊന്നാര ചങ്കളെ കുടുങ്ങിക്കൂടും. നേപ്പാൾക്ക് കൈര മുതലുള്ള ഇൻസ്റ്റയും വാട്സപ്പ് തുറക്കാൻ പറ്റുക. നേപ്പാളിൽ നിന്ന് പെണ്ണ് കിട്ടുമോ, അവിടെ ചൊറുക്കുള്ള പെൺകുട്ടികളുണ്ടോ, നാട്ടിൽ കിട്ടുന്നില്ല, വിരകി പുടുത്തം വിട്ട് നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ കരയാണ് വാട്സപ്പിലൊക്കെ വന്നിട്ട്. വാട്സപ്പ് ഇൻസ്റ്റ തുറക്കാൻ പറ്റാത്തൊരവസ്ഥ നേപ്പാളിനെ കൊണ്ട് മനസ്സിലാക്കി കുടുങ്ങിയേറ മാതിരിയായി. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം വെച്ച് പറയുന്നത് മുത്തുമണല്ല, ഞാൻ ഒരു ബ്രോക്കറല്ല. നിങ്ങളെ ഓരോരുത്തർ ഫോട്ടോ ഒക്കെ വിട്ടു തരാണേ. എൻ്റെ മൊബൈലിൽ കിടക്കണ്ടേ ഒരു ചങ്ങ നാളെ ചൊറുക്കുള്ളൊരു ചെറുക്കൻ ഫോട്ടോ ഒക്കെ വന്നിട്ട് എനിക്ക് പെണ്ണ് കിട്ടുന്നൊക്കെ ചോദിച്ചാൽ ഞാനിപ്പോൾ അതിന് എന്ത് മറുപടി പറയാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഓരോരുത്തർ കടന്ന് മെഴുകുക. അപ്പം നിങ്ങളെ കൊണ്ട് പറഞ്ഞവർ നിങ്ങളെ അവസ്ഥ എനിക്കറിയാം. കാരണം എന്താ അറിയോ, നിങ്ങളെപ്പോലെ തന്നെ അഴുകി മേകി വിരകി നിൽക്കുന്ന മനസ്സിലാണ് ഞാൻ. പെണ്ണിട്ടില്ല ഏത് മനസ്സിലാക്കണം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു അവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേപ്പാളിൽ വന്നിട്ടുണ്ട് ഒരു പെണ്ണ് കെട്ടാനോ അല്ലെങ്കിൽ പെണ്ണ് കിട്ടാനോ അല്ല. ആദ്യം വേറൊരു കാര്യം പറയാം, ഞാനൊരു ബ്രോക്കറും അല്ല, ഞാനൊരു ട്രാവലർ. ഒരു ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ്. നമ്മളെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എല്ലാ തരം വീഡിയോസും നമ്മൾ ഇതിലുണ്ടാവും. അതിൽ പെട്ടൊരു വീഡിയോസാണത്. പക്ഷേ നേപ്പാളിൽ നിന്ന് പെണ്ണ് കിട്ടൂല എന്ന് ഞാൻ പറയണില്ല. നേപ്പാളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നാട്ടിൽ കിട്ടാൻ അത്ര വലിയ ടൈറ്റാണെന്നുള്ള എനിക്കറിയാം. ഇതോടുകൂടി എനിക്ക് നല്ലോണം വ്യക്തമായി. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു സംഗതിയാണ് ഞാൻ പറയാൻ പറ്റുന്നത്. നേപ്പാളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പെൺകുട്ടികൾ കിട്ടും. അതിന് കുറച്ച് പ്രൊസീജിയറും അതിന് കുറച്ച് സംഗതികളൊക്കെ ഉണ്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമ്മളെ ബോബിച്ചേട്ടനാണ്. ഞാനും ബോബിച്ചേട്ടൻ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അത്രയും കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ വന്നതുകൊണ്ട് ബോബിച്ചേട്ടൻ എന്നോടാണ് തൽക്കാലം ഈ ഒരു കാര്യം ചെയ്തതിൻ്റെ നമ്പർ കൊടുത്തോ, ഒരു സീനുമില്ല, ഞാൻ ഓരോട് ഞാൻ കോൺടാക്ട് ചെയ്തോളാറുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് നേപ്പാളിനെ കുറിച്ചും നേപ്പാളിൽ എങ്ങനെ വരാമെന്നതിനെ കുറിച്ചും നേപ്പാളിൽ നിന്ന് ഈ പറഞ്ഞ പോലെ പെൺകുട്ടികളെ കിട്ടുമോ ഇങ്ങനത്തെ ഡീറ്റെയിലൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞില്ല കിട്ടൂല എന്ന് ഞാൻ പറഞ്ഞില്ല, അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഞാൻ നേപ്പാളി മലയാളി എന്ന് പറഞ്ഞാൽ നമ്മൾ ബോബിച്ചേട്ടൻ്റെ ഒരു കൊളാബ് അടിക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പരങ്ങനെ നിങ്ങളൊന്ന് ഫോളോ ചെയ്തോളി. അതുപോലെ മാത്രമല്ല അതിൽ മൂപ്പര നമ്പറുണ്ട്. മൂപ്പര നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് മൂപ്പരെ വാട്സപ്പ് ചെയ്താൽ കൃത്യമായ മറുപടി കിട്ടും. എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ നേപ്പാളിൽ നിന്ന് പെൺകുട്ടികളെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്. ഇവിടുന്ന് കുറേ ആൾക്കാർ വർക്കേഴ്സിനെ കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആർക്കും ചെക്കന്മാരെ വേണ്ട വർക്കേഴ്സിനെ, ഒക്കെ പെൺകുട്ടികളെ മതി. ഏത് എല്ലാവർക്കും പെൺകുട്ടികളെ മതി വർക്കേഴ്സിനെ. ഞാൻ ലെവൽക്കാണെങ്കിൽ അത് അങ്ങനെ വർക്കേഴ്സിനെ വേണമെന്നുണ്ടെങ്കിലൊക്കെ മൂപ്പര നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഈ എവറസ്റ്റ് ഹിമാലയം, മർദി ഹിമാലയം, ഇങ്ങനത്തെ ഹിമാലയം കയറുന്നതിനെ പറ്റി, നേപ്പാളിൽ വരുന്നതിനെ പറ്റിയിട്ട്, ഇവിടുത്തെ ടൂറിസം, ഹോം സ്റ്റേ, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇനി ഇവിടെ ഒരു ബിസിനസ് ഇടണോ, ഇങ്ങനത്തെ ടോട്ടൽ കാര്യങ്ങളെപ്പറ്റി മൂപ്പരോട് ചോദിച്ചാൽ കൃത്യമായ വിവരങ്ങൾ കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ബോബിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ചങ്കാണ്. കാരണം അത്രയും ഹെൽപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി നമ്മൾ വേറെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പരെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വരിക, നിങ്ങൾ പെൺകുട്ടികളെ കെട്ടാതൊക്കെ എന്താ വെച്ചാൽ ചെയ്തോളൂ. എല്ലാം എന്താ ചെയ്യുക, നല്ല ക്വാളിറ്റി നമ്മളൊക്കെ റാത്തായിട്ട് അങ്ങനെ പോവുക രസമായിട്ടൊക്കെ. അപ്പോൾ ഓരോരുത്തർ വിളിച്ച് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പരവക്കുറ്റുമ്പോൾ ശീലകഷ്ണം കെട്ടിച്ചാലും അതായാലും മതി എന്നുള്ള ക്വാളിറ്റിയിലാണ് ഓരോരുത്തരെ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിരിയും വരും, നോളോടും വരും. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമുക്ക് ഡെയിലി 10, 50, 100 മെസ്സേജ് വരും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും. നമ്മളെ യാത്ര ഇവിടെ എത്തി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് പല നാട്ടിൽ നിന്നും. അപ്പോൾ അതന്നെ നമ്മൾ സന്തോഷത്തോടെ അവർ മെസ്സേജ് അയക്കണം. എന്നാലും നമ്മളെ ഒഴിവിനനുസരിച്ച് നമ്മൾ റീപ്ലൈ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോസ് നമ്മൾ ട്രാവലിംഗ് ഒക്കെ എൻ്റെ ഇടയിൽ കൂടെ, അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇപ്പം കുട്ടികളെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പൊന്നാരെ പടപ്പോൾ നമ്മൾ എന്താ ചെയ്യുക. ദേഷ്യം വരും ഓലോട്. ഓലെ കാട്ടിക്കൂടിൽ കണ്ട കരയാനും വരും, പുച്ഛം തോന്നി, എന്താ എനിക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് വീഡിയോ ചെയ്യണത്. നിങ്ങളെന്ത് ചെയ്യുക, ബോബിച്ചേട്ടനെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമുക്ക് നിങ്ങൾ മെസ്സേജ് കാര്യമില്ല. ഫോട്ടോ ദയവ് ഇത് വിട്ടു തരില്ല. ഞാൻ ഈ ഫോട്ടോസൊക്കെ ചെക്കന്മാർ കണ്ട് മടുത്ത്. ഞാൻ ബ്രോക്കറല്ല മുത്താളെ, ഞാൻ ഒരു ട്രാവലറും ഒരു എൻ്റർടൈനറും. എനിക്ക് അങ്ങനെ അറിയപ്പെടാനാണ് താല്പര്യം. അപ്പോൾ ഓക്കെ. അപ്പോൾ അസ്സലാമു അലൈക്കും. കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. ഏത് മൂഡ്, പോളി മൂഡ്.